ഭരണമാറ്റത്തിന് ശേഷമുള്ള കൂട്ടസ്ഥലമാറ്റം സഭയിൽ ഉയർത്തി പ്രതിപക്ഷം. സ്ഥലമാറ്റത്തിൽ സ്ഥാപിത താൽപര്യക്കാരെ അഴിഞ്ഞാടാൻ വിട്ടാൽ പവർ ബ്രോക്കർമാരും ദല്ലാളന്മാരും അധികാരത്തിന്റെ ഇടനാഴികളിൽ ആധിപത്യം സ്ഥാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഭരണമാറ്റത്തിന്റെ പേരിൽ ഇതിനെ ന്യായീകരിച്ചാൽ ജീവനക്കാരുടെ ശക്തമായ പ്രക്ഷോഭം ഉയരുമെന്നും പിണറായി നിയമസഭയിൽ പറഞ്ഞു. സ്ഥലമാറ്റങ്ങൾ ഭരണ സൗകര്യത്തിനു വേണ്ടിയാണെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ മറുപടി. സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ സംസ്ഥാനത്ത് സ്ഥലമാറ്റങ്ങൾ തുടങ്ങിയെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. പോലീസിലും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലുമടക്കം അനധികൃതമായ സ്ഥലമാറ്റങ്ങൾ നടന്നു. പല സ്ഥലമാറ്റങ്ങളും പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇടപെട്ട് സ്റ്റേ ചെയ്തു. നീതിരഹിതമായ ചട്ടവിരുദ്ധമായ സ്ഥലമാറ്റങ്ങൾ നടക്കുന്നത് ഇതായിരുന്നു വി ജോയ് അവതരിപ്പിച്ച റൂൾ 50 നോട്ടീസിലെ പ്രധാന ആരോപണം. പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫാണ് സർക്കാരിന് വേണ്ടി നോട്ടീസിന് മറുപടി പറഞ്ഞത്. ഒരു കാരണവശാലും അത്തരം സ്ഥലമാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയുള്ള സ്ഥലമാറ്റങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 10 വർഷം സെക്രട്ടേറിയറ്റ് പോലും കാണാത്ത ഉദ്യോഗസ്ഥരുണ്ട്. ഒരു ഡസനിലേറെ തവണ സ്ഥലമാറ്റപ്പെട്ട സർവീസ് സംഘടനാ നേതാക്കളുണ്ട്. ആ മാതൃകയല്ല ഈ സർക്കാർ പിന്തുടരുന്നെന്നായിരുന്നു സണ്ണി ജോസഫിന്റെ വാദം. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റതിനെ തുടർന്ന് ഭരണപരമായ സൗകര്യാർത്ഥം നടക്കുന്ന സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളും റിട്ടയർമെന്റ് മൂലമുള്ള മാറ്റങ്ങളും മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ യാതൊരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഒരു മാനദണ്ഡവുമില്ലാതെയാണ് സ്ഥലമാറ്റ നടപടികളെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. അധികാര പവർ ബ്രോക്കർമാരും അധികാര ദല്ലാളന്മാരും ഇങ്ങനെ പോയാൽ അധികാരത്തിന് ഇടനാഴികളിൽ ആധിപത്യം സ്ഥാപിക്കും. ഭരണമാറ്റത്തിന്റെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് അത് ന്യായീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് സംസ്ഥാനം സാക്ഷിയാകേണ്ടി വരുമെന്ന മുന്നറിയിപ്പും പ്രതിപക്ഷ നേതാവ് സഭയിൽ നൽകി. ചില സ്ഥാപിത താൽപര്യക്കാരെ അഴിഞ്ഞാടാൻ വിട്ടാൽ എങ്ങനെയാണ് ജനതാൽപര്യം സംരക്ഷിക്കാനാവുക? ഈ രീതിയാണ് തുടരാൻ പോകുന്നതെങ്കിൽ കാണേണ്ടത് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പവർ ബ്രോക്കർമാരും ദല്ലാളന്മാരും അധികാരം സ്ഥാപിച്ച് ആധിപത്യം സ്ഥാപിച്ച് വലിയ തോതിലുള്ള അഴിമതിക്ക് വഴിയൊരുക്കുമെന്നതാണ്. മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെയാണ് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത്. ഇതിനിടെ സണ്ണി ജോസഫിന്റെ